മലപ്പുറം മമ്പാട് പുള്ളിപ്പാടത്ത് ഭാര്യ ഭർത്താവ് വെട്ടിക്കൊന്ന ഞെട്ടലിലാണ് നാട്ടുകാർ. ഇന്നലെ വൈകിട്ട് 6:30 സംഭവം നടന്നത്. മമ്പാട് പുള്ളിപ്പാടം കുറുകമണ്ണ സ്വദേശിനി മുണ്ടേങ്ങാട്ടിൽ നിഷമോളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് ചുങ്കത്തറ ചെറുവള്ളിപ്പാറ ഷാജി നിലമ്പൂർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട നിഷമോളും കുട്ടികളും ഒരാഴ്ചയോളമേ ആയിട്ടുള്ളൂ ക്വാർട്ടേഴ്സിലേക്ക് മാറിയിട്ട്. ക്വാർട്ടേഴ്സിന്റെ മറുഭാഗത്ത് താമസിക്കുന്ന കുടുംബം ഇവിടെ ഉണ്ടായിരുന്നില്ല. നിഷയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ചുങ്കത്തറയിലെ ഭർത്തൃവീട്ടിൽ വഴക്ക് പതിവായതോടെ 2 ആഴ്ച മുൻപാണ് നിഷമോൾ മാതൃവീടായ കറുകമണ്ണയിലെത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് നിഷയും കുട്ടികളെയും മാതാവ് വാടക വീട്ടിലാക്കിയത്. കറുകമണ്ണയിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെയാണിത്. മാസങ്ങളായി ഇവർ തമ്മിൽ വഴക്ക് പതിവാണ്. വഴക്ക് പതിവായതോടെ സ്റ്റേഷൻ മുഖേനയും അല്ലാതെയും പറഞ്ഞു തീർക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഈ മാസം 30 ഇവർ ചുങ്കത്തറയിലെ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരുന്നതായും പറയുന്നു. 2 ദിവസമായി ഷാജി നിഷയ്ക്കൊപ്പം ക്വാർട്ടേഴ്സിലായിരുന്നു. ഞായറാഴ്ച കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടും നിഷയുടെ ഫോൺ ഉപയോഗത്തെ ചൊല്ലിയും ഇരുവരും തമ്മിൽ തർക്കം മൂർച്ഛിച്ചു. തുടർന്നാണ് ഷാജി നിഷയെ മർദ്ദിക്കുന്നതും വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തിനു പിറകിൽ വെട്ടുകയും ചെയ്തത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഉൾപ്പെടെ 4 മക്കളാണ് ഇവർക്കുള്ളത്. മക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനവും കൊലപാതകവും. പേടിച്ചൊരണ്ട കുട്ടികൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിയെത്തി വിവരം നൽകുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നിഷമോളെ രക്ഷിക്കാനായില്ല. നിഷയെ വെട്ടിയ ശേഷം ഭർത്താവ് ഷാജി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.